ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുകയാണ്. ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ ഒരുക്കിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി. എൻ്റെ പേര് വിജി. ഞാൻ നിലമ്പൂർ എടക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മോന് വേണ്ടിയായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ, ഞാൻ നേഴ്സാണ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തു, മാതാവേ, ഉടമ്പടി എടുത്ത് വന്നിട്ട് എനിക്ക് ജോലി നഷ്ടപ്പെട്ടല്ലോ. ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മ എനിക്ക് അതിലും നല്ല ജോലി നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ആ സമയത്താണ് എൻ്റെ നാവിൻ്റെ സൈഡിൽ ഒരു ചെറിയ പുണ്ണ് പോലെ കാണുകയും അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി ബയോപ്സി ചെയ്തു. ആദ്യത്തെ റിസൾട്ടിൽ അവർക്ക് സംശയം തോന്നി. പിന്നെ എന്നോട് പറഞ്ഞു 1 പ്രാവശ്യം കൂടെ ബയോപ്സി ചെയ്യണമെന്ന്. 2ാമത്തെ പ്രാവശ്യവും ഞാൻ ബയോപ്സിക്ക് ചെന്നപ്പം ബയോപ്സി എടുത്തു. അതിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവർ എന്നോട് പിന്നെയും ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അവർ പറഞ്ഞു ഇതിവിടെ പറ്റില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് സ്കാൻ ചെയ്തൊന്ന് നോക്കണം, എത്ര പടർന്നിട്ടുണ്ടെന്ന് അറിയില്ല, സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ മാതാവ് എനിക്ക് തരുന്നു. എന്തിനാ? ഞാൻ ഒരുപാട് സങ്കടത്തോടു കൂടിയിട്ട് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു. ഞാൻ ഓരോ പ്രാവശ്യവും മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിന് കയറുമ്പോഴൊക്കെ മാതാവിൻ്റെ തൈലം പുരട്ടുകയും എൻ്റെ കയ്യിൽ ഉപ്പ് വെക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ പോയി. റിസൾട്ടിലാകെ മാതാവിൻ്റെ തൈലം പുരട്ടിയിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ പിന്നെയും മാതാവ് എന്നെ പരീക്ഷിച്ചു. ക്യാൻസർ പടർന്നിട്ടുണ്ട് തൊണ്ടയിലേക്ക്, ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആകെ പിന്നെയും മാതാവിനെ വിട്ടില്ല. ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവേ എനിക്കിത് മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ എടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് കരഞ്ഞു പറഞ്ഞു. എൻ്റെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു, അതിലും പടർന്നിട്ടുണ്ട്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന് പോകാനായിട്ട് തലേ ദിവസം വീട്ടിൽ കിടന്നപ്പോൾ എൻ്റെ റൂമിൻ്റെ സൈഡിൽ ഒരു മുസ്ലിം താത്ത വന്ന് പറഞ്ഞു ഇവിടെ ആകെ സ്പ്രേ കുപ്പി വീണിട്ടുണ്ടല്ലോ, ഭയങ്കര സുഗന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷന് പോകണ തലേ ദിവസം എൻ്റെ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് മാതാവ് എനിക്കന്നേരം ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് ഞാൻ ചിരിച്ചു. ഇത് വേറെ സ്പ്രേ കുപ്പി മറിഞ്ഞൊന്നുമല്ല, മാതാവിൻ്റെ അടുത്ത് വൈകുന്നേരം വന്നതാണ്. ഞാൻ പിറ്റേ ദിവസം ഓപ്പറേഷന് റെഡിയായിട്ട് പോകാനെല്ലാം റെഡിയായിട്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്നത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ഓപ്പറേഷന് പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് റൈസ് ട്യൂബ് മൂക്കിൽ ട്യൂബ് ഇട്ടേക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞു 3 മാസം ഈ ട്യൂബ് ഊരാൻ പറ്റില്ല, 3 മാസം ഈ ട്യൂബിൽ കൂടെ മാത്രമേ ഭക്ഷണം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥന, ഇവിടെ പ്രതീക്ഷ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കുള്ളിൽ മാതാവ് എൻ്റെ റൈസ് ട്യൂബ് എനിക്ക് ഊരി തന്നു. എൻ്റെ മൂക്കിലത്തെ ട്യൂബ് എനിക്ക് വായിക്കൂടെ ഭക്ഷണം കഴിക്കാനാക്കി തന്നു. എനിക്ക് ഒത്തിരി അനുഭവം എനിക്ക് മാതാവ് ആ സമയത്ത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭവം എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നു അന്നെനിക്ക്. പിന്നെ ഈ എൻ്റെ കഴുത്തിൻ്റെ ഇവിടുത്തെ ബയോപ്സി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇതെടുത്തതിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാഴ്ച മുമ്പ് എനിക്ക് കോള് വന്നു പാത്തോളജിയിൽ നിന്ന്, നിങ്ങൾ കീമോയോ
റേഡിയേഷന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ റിസൾട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴൊന്നും പറയണ്ട, ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞിട്ട് ഈ റിസൾട്ടിനായിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ അവിടുന്ന് എന്നോട് പറഞ്ഞു ക്യാൻസർ എന്ന് പറഞ്ഞു. ഒരു അംശം പോലും ഈ റിസൾട്ട് വന്നതിലില്ല എന്ന്, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒരു ഗുളിക പോലും തരാതെ അവിടുന്ന് മാതാവ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നു. ഒരു മുള്ളെടുക്കുന്ന പോലെ എടുത്തു കളഞ്ഞില്ല, മാതാവ് എന്നെ രക്ഷിച്ചു കൊണ്ട് വന്നു. സാമ്പത്തികമായി ആ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു ഇൻഷുറോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ കാരുണ്യയുടെ ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ ചേട്ടായോട് അവർ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ കാരുണ്യം അതും ഇതിനൊക്കെ പോണത്, ഈ കുട്ടിക്കല്ലേ 5 ലക്ഷം രൂപ പാസ്സായി കിടക്കുന്നതെന്ന് പറഞ്ഞു. അവിടുന്ന് മാതാവ് എന്നെ രക്ഷിച്ചുകൊണ്ടെന്ന്. ഞാൻ എടുക്കാത്ത സാധനം കമ്പ്യൂട്ടറിൽ മാതാവ് ഇട്ട് തന്നു എനിക്ക്. പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ ഒരുപാട് ആദ്യമൊക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ കുടുംബ പ്രാർത്ഥനയിൽ ഒത്തിരി എനിക്ക് താളപ്പിഴകൾ വന്നുപോയി. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി താളപ്പിഴകൾ വന്നു പോയിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തും ഒക്കെയായിട്ടും ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കൃപാസനത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ കൊന്ത ചെല്ലാതെയോ ബൈബിൾ വായിക്കാതെ ആ ഒരു കൃപ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. അത് ഞാൻ ഈ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. എനിക്ക് ഇതുപോലെ ഒരു കൃപ ലഭിച്ചു ഇവിടെ നിന്നാണ്. ഞാൻ ദിവസവും കൊന്ത ചെല്ലാനും ദിവസവും ബൈബിൾ വായിക്കാനും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ദിവസവും ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പത്രവിതരണം, എനിക്ക് വയ്യാതിരുന്ന സമയത്ത് പോലും പത്രവിതരണം ഞാൻ മുടങ്ങാതെ നടത്തിയിരുന്നു. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി പത്രം, ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്, ഷുഗറും കൂടിയുണ്ട് എനിക്ക്. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വിറയ്ക്കുന്നുണ്ട്. ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ. ഷുഗറിന് അഡ്മിറ്റായ സമയത്ത് എനിക്ക് അവിടെ മാതാവ് എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ മരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായത്. പിറ്റേ ദിവസം നേരം വിളിപ്പിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും ഞാൻ തല കറങ്ങി, എനിക്ക് എണീക്കാൻ പോലും പ്രാർത്ഥിക്കാൻ വയ്യാതെ കിടന്നു കട്ടിലയിൽ. ആ സമയം എൻ്റെ ബാഗിൽ ഇവിടുത്തെ തൈലം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ തൈലം നെറ്റിയിൽ വെച്ച് അമ്മ ഇന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിത്തരാമെന്ന് ചോദിച്ചു. അമ്മ എൻ്റെ നെറ്റിയിൽ തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ തല കറങ്ങിക്കിടന്ന് പെട്ടെന്ന് ഞാൻ എണീറ്റിരിക്കുകയും അമ്മയോട് പറഞ്ഞു, അമ്മ എന്തൊരു അത്ഭുതമാണ് മാതാവ് എനിക്ക് ഈ സമയവും എന്നെ കൈവിടാതെ കൊണ്ടു നടക്കുന്നത്. എത്ര നന്ദി പറഞ്ഞാലും മാതാവിന് മതിയാവില്ല. പിന്നെ ഞാൻ പത്രവിതരണത്തിന് പോകുമ്പോൾ ഇവിടെ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നേർന്നിരുന്നു. ഞാനൊരു 30 പേപ്പർ അവിടെ കൊടുക്കാൻ നേർന്നു. ഞാൻ ഓർത്തു എനിക്ക് വയ്യാതെ ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നറിയില്ല. എനിക്ക് നടക്കാൻ പോലും എൻ്റെ ശരീരം തളർച്ചയാണ്. ഞാൻ അവിടെ ചെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ പോലും ഇങ്ങോട്ട് ചോദിച്ച് മേടിച്ച് എന്നോട് പേപ്പർ വന്ന ആൾക്കാർ കൃപാസനത്തിലെ പേപ്പറല്ലേ എന്ന് ചോദിച്ച് 30 പേപ്പർ ഒരു 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, ഇത്രയും പെട്ടെന്ന് മോള് കൊടുത്തു കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പോന്നു. ഞാൻ രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി തൈലം വെച്ച് പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എന്നെ കൊണ്ടാകുന്ന ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒത്തിരി നന്ദി മാതാവേ, ഒരുപാട് നന്ദി. വിശുദ്ധ ഗ്രന്ഥ